ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനാണ് ഇന്ന് ഈ വീഡിയോയിൽ വരുന്നത്. നമുക്ക് ഏപ്രിൽ 12, 2026 ഏപ്രിൽ മാസം 12-ാം തീയതി നമുക്ക് മലയാള വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാനപ്പെട്ട തിരുനാളുകളാണ് പൊതു ഞായറാഴ്ചയും ദൈവകരുണയുടെ തിരുനാളും. ഏപ്രിൽ 12 ഞായറാഴ്ച. ഞാൻ ഈ വീഡിയോ സന്ദേശത്തിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാനും ഇത് സംസാരിക്കാനും ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ടവർ, ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു ആത്മാവിനെ ചിലപ്പോൾ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ ഒരു ആത്മാവിനെ പ്രേരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം പ്ലാറ്റ്ഫോമുകളിൽ ഇത് ഷെയർ ചെയ്യാൻ കഴിയുമോ അതിലൂടെ എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഏപ്രിൽ 12 പൊതു ഞായറാഴ്ചയും ദൈവകരുണയുടെ തിരുനാളും. അന്ന് കർത്താവിൻ്റെ അനന്തമായ കരുണ സ്വീകരിക്കാൻ ദൈവം നമ്മളെ ഒരുക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ 1784 പാരഗ്രാഫിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഈശോ പറയുകയാണ് ഫൗസ്റ്റീനോട്, ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും വലിയ വിശുദ്ധനാവുന്നതിന് എൻ്റെ കരുണയിൽ ശരണപ്പെട്ടാൽ മതിയാവും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഏറ്റവും വലിയ വിശുദ്ധനാവാൻ എൻ്റെ കരുണയിൽ ശരണപ്പെട്ടാൽ മതി. തിരുസഭയിൽ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2000 ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് ദൈവകരുണയുടെ തിരുനാൾ സഭയിൽ പ്രഖ്യാപിച്ചത്. ഈ ദൈവകരുണയുടെ തിരുനാളിൻ്റെ വാഗ്ദാനങ്ങൾ ഞാൻ വേഗം പറയുകയാണ്. കർത്താവ് പറയുകയാണ്, കൃപാവരത്തിൻ്റെ വരപ്രസാദത്തിൻ്റെ എല്ലാ ചാലുകളും ഞാൻ തുറന്നു വിടുന്ന ദിവസമാണത്. പ്രസാദവരത്തിൻ്റെ വൻകടൽ തുറക്കുന്ന ദിവസം. 699 ഖണ്ഡികയിൽ ഫൗസ്റ്റീനയുടെ ഡയറിയിൽ പറയുന്നതാണ്. അതായത് നമുക്ക് കർത്താവിൻ്റെ കൃപ ഈ വിശുദ്ധവാരം കഴിഞ്ഞ് സ്വീകരിക്കാൻ കർത്താവ് നമുക്ക് തരുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. എല്ലാ കൃപയുടെ ചാലുകളും കൃപയുടെ കടലും തുറക്കപ്പെടുന്ന ദിവസമാണ്. ഈ തിരുനാളിന് ഒരുക്കമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കുമ്പസാരിച്ച് പാപം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. ഈ ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് കുമ്പസാരിച്ച് പാപം വേണ്ട, ഞാൻ പാപം ചെയ്യില്ല, എനിക്ക് പാപം വേണ്ട, പാപം ഉപേക്ഷിക്കാൻ തീരുമാനിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ആത്മാക്കൾക്കും ഇന്ന് വരെയുള്ള ജീവിതത്തിലെ സമ്പൂർണ്ണ പാപപരിഹാരവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കുന്ന ദിവസമാണത്. മാമോദീസായിൽ ലഭിക്കുന്ന കൃപകൾക്ക് തുല്യമാണ് അത് എന്ന് ഈശോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പല ദൈവശാസ്ത്രജ്ഞന്മാരും ഈ തിരുനാളിനെ 2-ാം മാമോദീസ എന്ന് വിളിക്കാം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. 2002 ജൂൺ മാസം 29 തിരുസഭ ദൈവകരുണയുടെ തിരുനാളിന് പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിച്ച് തന്നിട്ടുണ്ട്. പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്ന ദിവസമാണ്. ഈ തിരുനാളിന് ഒരുക്കമായിട്ട് ദുഃഖവെള്ളിയാഴ്ച മുതൽ 9 ദിവസത്തേക്ക് ദൈവകരുണയുടെ നൊവേന ചൊല്ലി നമ്മൾ ഒരുങ്ങണം. ദുഃഖവെള്ളിയാഴ്ച മുതൽ 9 ദിവസത്തേക്ക് ദൈവകരുണയുടെ നൊവേന ചൊല്ലി ഒരുങ്ങണം. ഓരോ ദിവസവും ഓരോ ഗണം ആത്മാക്കളെ, ലോകത്തിലെ ആത്മാക്കളെ പല ഗണങ്ങളായി തിരിച്ച് ഓരോ ദിവസവും ഓരോ ഗണം ആത്മാക്കളെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ നൊവേന ചൊല്ലുന്നത്. ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെയുള്ള പാപങ്ങൾ, നമ്മുടെ ആജീവനാന്ത പാപവും കടവും ഒറ്റ തവണയായിട്ട് പരിഹരിക്കാൻ, ഒരു പ്രാവശ്യം കൊണ്ട് മുഴുവൻ പാപങ്ങളും കടങ്ങളും പരിഹരിക്കപ്പെടാൻ നമുക്ക് കിട്ടുന്നൊരവസരമാണിത്. ആത്മാക്കളുടെ, ഈശോ പറയാണ്, ഈ ലോകത്തെ ആത്മാക്കളുടെ പാപങ്ങൾ ലോകത്തിലെ മുഴുവൻ മണൽത്തരികളെക്കാൾ അധികമാണെങ്കിലും അവയെല്ലാം എൻ്റെ കരുണയുടെ അത്യഗാധമായ ആഴത്തിൽ മുങ്ങിപ്പോവും എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തെ എല്ലാ മനുഷ്യരുടെ എല്ലാ പാപങ്ങളും എൻ്റെ കരുണയുടെ അത്യഗാധമായ ആഴത്തിൽ മുങ്ങിപ്പോവും. മനുഷ്യൻ്റെ പാപത്തെക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കരുണ.
ആ കരുണ സ്വീകരിക്കണം. നമ്മൾ അങ്ങനെ പറഞ്ഞ് ഒരു ഉദാസീനതയിൽ കഴിഞ്ഞിട്ട് കാര്യമില്ല. ആ കരുണ സ്വീകരിക്കാൻ ഒരു വാതിൽ ദൈവം തുറക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ വേഗം പറയുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ പ്രസാദപര അവസ്ഥയിലാണെന്ന് ഉറപ്പുവരുത്തുക. എന്ന് പറഞ്ഞാൽ ദൈവകരുണയുടെ തിരുനാളിന് ഒരുക്കമായിട്ട് കുമ്പസാരിച്ച് പരിപൂർണ വിശുദ്ധിയിലും കൃപയിലും ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ദുഃഖവെള്ളിയാഴ്ച മുതൽ ദൈവകരുണയുടെ നൊവേന ചൊല്ലുക. ദൈവകരുണയുടെ തിരുനാൾ ദിവസം, അതായത് ഈ വർഷം നമ്മൾ ഏപ്രിൽ മാസം 12-ാം തീയതി പുതു ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാൾ സഭ ആഘോഷിക്കുന്ന ദിവസം പരിശുദ്ധ കുർബാനയിൽ പങ്കുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുക. 4-മതായിട്ട് ദൈവകരുണയുടെ ഛായാചിത്രം വണങ്ങുക. യേശുവേ, ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥന ആവർത്തിക്കുക. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു എന്ന പ്രാർത്ഥന ആവർത്തിക്കുക. 5-മതായിട്ട് മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയവും, ഒരു തൃത്വസ്തുതിയും വിശ്വാസ പ്രമാണവും ചൊല്ലി പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കിയാണ് പറഞ്ഞത്. നിങ്ങളെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. കുടുംബാംഗങ്ങളെല്ലാം ഇത് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം. അയൽക്കാരെ, കുടുംബ യൂണിറ്റുകളിലുള്ളവരെ, ഇടവകയിലുള്ളവരെ, ഇടവകയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഈ വീഡിയോ കഴിയുമെങ്കിൽ അയക്കണം. ഇതിപ്പോൾ എൻ്റെ വീഡിയോ തന്നെ അയക്കണമെന്നില്ല. ഈ കാര്യം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോ ഷെയർ ചെയ്തോളുക. ഒറ്റ ഉദ്ദേശം എനിക്കുള്ളൂ, ഇതാര് പറഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും അറിയണം. പ്രോത്സാഹിപ്പിക്കണം. വൈദികർ ഇടവകകളിൽ പ്രോത്സാഹിപ്പിക്കണം. എടുത്തെടുത്ത് പറഞ്ഞ് ആളുകളെ ഒരുക്കണം. സിസ്റ്റേഴ്സ് എല്ലാ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം. ദൈവ ശുശ്രൂഷകർ, മിനിസ്ട്രികൾ, ശുശ്രൂഷകൾ എല്ലാവരും ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് 2026 ഏപ്രിൽ 12 ദൈവകരുണയുടെ തിരുനാൾ ലോകം മുഴുവനിലുമുള്ള എല്ലാ വിശ്വാസികളും വളരെ ഗൗരവമായിട്ട് എടുത്താൽ ഒരുപാട് പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലോകത്ത് കിട്ടും. നമ്മുടെ ജീവിതം മാമോദീസ തൊട്ടിയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു കുഞ്ഞിനെ പോലെ പൂർണ്ണ വിശുദ്ധിയിലും പൂർണ്ണ നൈർമല്യത്തിലും ഏപ്രിൽ 12 പുറത്തു വരാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും അനുഗ്രഹീതമായ വിശുദ്ധവാരവും അതുപോലെ തന്നെ ദൈവകരുണയുടെ തിരുനാളും ഞാൻ ആശംസിക്കുന്നു. മാർത്തോമാ ശ്ലീഹ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് വിശ്വാസം ഏറ്റുപറഞ്ഞ് ഈശോയുടെ തിരുമുറിവിലേക്ക് ചെന്ന് അഭയം പ്രാപിച്ച ദിവസം കൂടിയാണ്. അതുകൊണ്ട് അതിനേക്കാൾ ഉത്തമമായൊരു ദിവസം എന്നാണ് നമുക്ക് മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷം കേട്ട് യേശുവിനെ അറിഞ്ഞ നമുക്ക് അതിനേക്കാളും വലിയ ഒരു നല്ല ദിവസം ഏതാണ്? ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.